ഇടതുമുന്നണിയുടെ ഭരണം ഗുരുവായൂർ നഗരസഭയെ കാൽനൂറ്റാണ്ട് പുറകോട്ട് നയിച്ചതായി AICC അംഗം അനിൽ അക്കരെ. കോൺഗ്രസ് ഗുരുവായൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ദുർഭരണത്തിനെതിരെ സംഘടിപ്പിച്ച കുറ്റവിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തമിഴ്നാട്ടിലെയും ആന്ധ്രയിലെയും സിമന്റ് കമ്പനികൾ കൊടുക്കാൻ തന്നെ 4000 രൂപ വെച്ചാണ് കൊടുക്കുന്നത്. അപ്പൊ സിമന്റ് കമ്പനിയിൽ പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നു നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ ഞാൻ 2 പ്രധാനപ്പെട്ട സിമന്റ് കമ്പനികൾ കാണാൻ പോകും. അവർ ഈ പ്ലാസ്റ്റിക് കൂട്ടിയിട്ട് കത്തിക്കുകയാണ്. ഈ സിമന്റ് കമ്പനിയിൽ വിറകിന് പകരം ഉപയോഗിക്കുന്നത് പൊറനാട്ടുകരയിലെ പ്ലാസ്റ്റിക്കാണ്. അങ്ങനെ ഓസോൺ പാളിക്ക് വിള്ളലിലാകാതെ രാമേശ്വരത്തും പിന്നെ മധുരയിലും ഈ ഓസോൺ പാളിക്ക് വിടാതെ അത് തിരിച്ചു വിടുക. നിങ്ങൾക്ക് മനസ്സിലായ 50 രൂപയ്ക്ക് നമ്മൾ പ്ലാസ്റ്റിക് കൊടുക്കുന്നു, പിന്നെ കിൻഡലിന് 1000 രൂപ. 1000 രൂപയ്ക്ക് നമ്മൾ സിമന്റ് കമ്പനിയിൽ കൊടുക്കുന്നു. ആ പ്ലാസ്റ്റിക് സിമന്റ് കമ്പനികളിൽ വിറകിന്റെ കൂടിയിട്ട് കത്തിക്കാൻ. ഇത് ഇവിടെ ഇട്ട് കത്തിച്ചാൽ മതി, ഇത്ര പ്രശ്നം ഉണ്ടാവില്ല. ഇവിടെ ഇട്ട് കത്തിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഇതാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്റ്റൈൽ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഓസോൺ പാളിക്ക് വിള്ളലിടാതിരിക്കാൻ വേണ്ടി ഹരിതകർമ്മ സേന അംഗങ്ങൾ ഈ പ്ലാസ്റ്റിക് വന്ന് വാങ്ങുന്നു, നമ്മൾ അങ്ങോട്ട് പണം കൊടുക്കുന്നു. നമുക്കൊരു ഇതല്ലേ. ഗുരുവായൂർ പടിഞ്ഞാറേനടയിൽ നടന്ന സദസ്സിൽ മുനിസിപ്പൽ കമ്മിറ്റി കോർഡിനേറ്റർ R. രവികുമാർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ വിഷയാവതരണം നടത്തി. KPCC സെക്രട്ടറി CC ശ്രീകുമാർ, നേതാക്കളായ അരവിന്ദൻ പല്ലത്ത്, CJ സ്റ്റാൻലി, OKR മണികണ്ഠൻ, ആൻഡോ തോമസ്, AT സ്റ്റീഫൻ, KPA റഷീദ്, ബാലൻ വാറനാട്ട്, ജോയ് ചെറിയാൻ തുടങ്ങിയവർ സംസാരിച്ചു.